ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. ആ പേരുകളിൽ ദശക്കണക്കിന് പേരുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. മുഹമ്മദ് എന്ന പേര് അത് 3 സ്ഥലത്ത് ആവർത്തിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്ത് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ പേരാണ്. ലോകം മുഴുക്കി ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ വിളിച്ചു പറയപ്പെടുന്നതും ഏതൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഉച്ചരിക്കേണ്ടതും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ മഹത്തായ നാമമാണ് മുഹമ്മദ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്നാണ്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര തന്നെ പുകഴ്ത്തിയാലും മതിയാകുന്നതല്ല. എത്ര തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയാലും തീരുന്നതല്ല. ആ നിലക്ക് നമുക്കാർക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മലക്കുകളും ലോകത്തുള്ള മനുഷ്യരും ലോകത്തുള്ള ജിന്നുകളും ലോകത്തുള്ള സൃഷ്ടികളെല്ലാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനധികം പറയണം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ കഠിന വിരോധിയായി നാം എല്ലാവരും മനസ്സിലാക്കുന്ന അബൂജഹലും ഉത്ബത്തും ശൈബത്തും വരെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുന്നത് വരെ അവിടുത്തെ ഏറ്റവും യുവപ്രസരിപ്പുള്ള സമയം, ആരോഗ്യമുള്ള സമയം, ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ പതറിപ്പോകാനും അതുപോലെ ദൗർബല്യങ്ങൾക്ക് വഴിപ്പെട്ടു പോകാനും സാധ്യതയുള്ള സമയം, ആ ചെറുപ്പകാലം 40 വയസ്സോളം അവിടെ അവരുടെ ഇടയിൽ ജീവിച്ചപ്പോൾ ആ 40 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു പോരായ്മ, ഏതെങ്കിലും ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒരു സ്വഭാവത്തിലോ ഒരു വീക്ഷണത്തിലോ ഒരു നയത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താൻ ആ കാലഘട്ടത്തിൽ 40 വർഷത്തോളമുള്ള ജീവിതത്തിൽ ഒരു കൊണ്ട് തന്നെ 40 കൊല്ലത്തോളം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി മുന്നിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയവര് മാത്രമാണ് മക്കയിലുള്ള മുശ്രിക്കുകൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ചട്ടം കെട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുകയും തെറി പറയുകയും കല്ലെറിയുകയും പരിഹസിക്കുകയും എന്തെല്ലാം നെറികേടുകൾ ചെയ്തവരുണ്ടോ അവരെല്ലാം 40 വയസ്സ് വരെ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയവര് മാത്രമാണ്. അൽ അമീൻ, അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്നല്ലാതെ ആ ചെറുപ്പകാലങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും വിളിച്ചിട്ടില്ല, ആരും അവിടുത്തേക്കൊരു തകരാറും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കഅബ ശരീഫിന്റെ മൂലയിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഹജറുൽ അസ്വദ് എന്ന കല്ല്, ആ കല്ല് ആരാണ് എടുത്തു വെക്കേണ്ടതെന്ന ചർച്ച വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മക്കയിലെ ഖുറൈശികൾ മുഴുവനും എല്ലാ പ്രമുഖന്മാരും അതാ തെരഞ്ഞെടുത്തത് കുട്ടിക്കാലം മുതലേ അവര് ജീവിതം കണ്ടുപഠിച്ച, കുട്ടിക്കാലം മുതലേ ജീവിതം അതാ അവര് മനസ്സിലാക്കിയ, അതേ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താത്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബയുടെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ലെടുത്തു വെക്കാൻ ഏത് തറവാട്ടിൽപ്പെട്ടവരാകണം, ഏത് വ്യക്തിയാകണമെന്നതിൽ വലിയ തർക്കം നടന്നപ്പോൾ അവസാനം നറുക്ക് വീണത് അഥവാ തെരഞ്ഞെടുത്തത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പക്ഷേ നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും വലിയ ബുദ്ധികൂർമ്മതയും ഏറ്റവും വലിയ നയവും വീക്ഷണവുമുള്ള ആ മഹാന്നതനായ നേതാവ് നിങ്ങൾക്കറിയാം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. നേരെ ചൊവ്വയുള്ള വഴിയിൽ മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നടന്നിട്ടുള്ളൂ, കൊടുന്നത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു വക്രതയും ഒരു വളവും ഒരു കുതന്ത്രവും അവിടുത്തെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിന് വേണ്ടി എല്ലാവരും കൂടി തിരഞ്ഞെടുത്തപ്പോൾ, എല്ലാ ആളുകളും കൂടി കഅബയുടെ മൂലയിൽ ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ നേരെ പോയി പിടിച്ച് സ്വന്തം എടുത്തങ്ങട്ട് വെക്കുകയല്ല ചെയ്തത്. എല്ലാവർക്കും പാഠമാണത്, എല്ലാ നേതാക്കൾക്കും പാഠമാണത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അവിടുന്ന് തന്നെ സ്വന്തമായി അത് ചെയ്യാതെ ആ കല്ലെടുത്ത് അവിടുത്തെ കൈകൊണ്ട് ഒരു തുണിയിൽ വെച്ച്, എന്നിട്ട് അവിടെയുള്ള പ്രമുഖന്മാരെ എല്ലാം വിളിച്ച് എല്ലാവരോടും ഈ തുണിയുടെ തല പിടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചില വീട്ടിൽ ആദ്യമായി താമസിക്കുമ്പോൾ ആ വീട്ടിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി ചിലപ്പോൾ ഒരാളെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുന്നത് പ്രധാനമായും നമുക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയെന്ന്. അതുകൊണ്ട് അതിന്റെ ഒരു തുടക്കം ഉദ്ഘാടനം എന്ന നിലക്ക് പാചകത്തിന്റെ ഉദ്ഘാടനം എന്ന നിലക്ക് ഏതെങ്കിലും ഒരു സയ്യിദിനെയോ ഒരു പണ്ഡിതനെയോ അങ്ങനെയുള്ള ആളുകളെ അടുപ്പിന്റെ മേലെ പാത്രം എടുത്തു വെക്കാൻ അല്ലെങ്കിൽ അടുപ്പിൽ തീ കത്തിച്ചു കൊടുക്കാൻ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുമ്പോ തന്റെ ഇടമുള്ള കഴിവുള്ള ബുദ്ധിയുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണെങ്കിൽ അദ്ദേഹം സ്വന്തം പോയി അതങ്ങോട്ട് ചെയ്യൂല. അദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുന്നവന്റെ ബാപ്പയെ വിളിക്കും, അമ്മോശനെ വിളിക്കും. അതുപോലെ വേറെ സയ്യിദന്മാരും ആലിമീങ്ങളും ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. എല്ലാവരെയും അതിൽ പങ്കുകൊള്ളിക്കും. അതെന്തുകൊണ്ടാണ്? അതെല്ലാം വിശാല മനസ്സുള്ള ആളുകളുടെ കാഴ്ചപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കഅബയുടെ മൂലയിൽ ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവിടുന്ന് സ്വന്തമായി അത് ചെയ്യാതെ
സ്വന്തമായി ആ വിഷയം ചെയ്യാതെ അവിടുന്ന് അതൊരു തുണിയിൽ എടുത്തു വെച്ചു. ആ തുണിയുടെ തല അവിടെയുള്ള പ്രമുഖന്മാരെ കൊണ്ടെല്ലാം കൂടി പിടിപ്പിച്ചു. എന്നിട്ട് എല്ലാവരും കൂടി ഹജറുൽ അസ്വദ് കഅബയുടെ മൂലയിലേക്ക് എത്തിച്ചു. എന്നിട്ട് അവിടുത്തെ ശറഫാകപ്പെട്ട കൈകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അവിടുത്തെ കൈകൊണ്ടത് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു വന്നത്, മക്കയിലെ മുശ്രിക്കുകൾ വളരെ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും ആദരിക്കുന്ന ഒരു ബഹുമാനമുള്ള ഗേഹമാണ് കഅബ. ആ കഅബയുടെ മൂലയിലെ ഹജറുൽ അസ്വദ് എടുത്തു വെക്കുന്ന വിഷയത്തിൽ പോലും തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. 40 വയസ്സ് വരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താത്ത, അത് അവിടുത്തെ മഹത്വം പറയാത്ത ഒരു മുശ്രിക്കുമില്ല, ഒരു അബൂജഹലുമില്ല. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്നാണല്ലോ, ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തപ്പെടുന്ന സദസ് അത് വലിയ ബറക്കത്തുള്ള സദസ്സാണ്, വളരെ മഹത്വമുള്ള സദസ്സാണ്. ആ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസും നീ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഭാഗ്യം ലഭിക്കുന്ന മജ്ലിസായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്നിങ്ങനെ സത്യം ചെയ്തുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം മഹത്വങ്ങൾ പറഞ്ഞത് നാം മുമ്പ് വല്ലുഹാ വല്ലൈലി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ്. സൂറത്തുൽ ഇൻശിറാഹ് അല്ലെങ്കിൽ സൂറത്തുൽ ശറഹ്, അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതിനെ സംബന്ധിച്ചാണ് നാം സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സൂറത്തുൽ ദുഹായുടെ അനുബന്ധമായ ഒരു സൂറത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും, അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂറത്തുകളും ഒരുമിച്ച് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഒരു സൂറത്താക്കി ഓതിയ ചില പണ്ഡിതന്മാരുമുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായമനുസരിച്ച് രണ്ടും രണ്ട് സൂറത്തുകളുമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൂറത്തുകൾക്കും ഇടയിൽ പ്രത്യേകം ബിസ്മി ചൊല്ലേണ്ടതും ആണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ ദുഹാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വാസികൾ പലതും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചപ്പോൾ, മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ ദുഹാ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുതീക റബ്ബുക ഫതർളാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും അല്ലാഹു തആല കൈയൊഴിച്ചിട്ടില്ല, കൈയൊഴിക്കുകയില്ല. അതേ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ച വാചകങ്ങളാണ് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ദുനിയാവിലുള്ളതിനേക്കാൾ എത്രയോ നന്മകൾ അങ്ങേക്ക് പിന്നീട് ലഭിക്കുന്നുണ്ടെന്ന സന്തോഷ വാർത്തയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അലം യജിദ്ക യതീമൻ ഫഅവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്.
അലം യജിദ്ക യതീമൻ ഫആവാ, ഓ നബിയെ തങ്ങളെ അതാ യതീമായി, അനാഥയായി, ബാപ്പയില്ലാതെ ബാപ്പ മരിച്ചു പോയവരായി, അതേ ഗർഭത്തിൽ തന്നെ ബാപ്പ മരണപ്പെട്ടു പോയവരായി, കുട്ടിക്കാലത്ത് തന്നെ ഉമ്മ മരണപ്പെട്ടു പോയവരായി അങ്ങയെ എത്തിച്ചിട്ട് അല്ലാഹു തആല അങ്ങയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഓ നബിയേ, അവിടുന്ന് അല്പവും മനസ്സിന് പ്രയാസപ്പെടേണ്ടതില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകുകയായിരുന്നു. സൂറത്തുൽ ളുഹായിലൂടെ അല്ലാഹു തആല ചെയ്തതെങ്കിൽ അത് നമ്മൾ 2 ദിവസം ഇവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ വിവരിക്കുന്നില്ല. അത് കേൾക്കാത്തവർക്ക് അതിന്റെ സീഡികൾ ലഭിക്കും, അത് വാങ്ങി കേൾക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം അല്ലാഹു തആല ഇറക്കുന്ന ഈ സൂറത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിന് നല്ല റാഹത്തുള്ള സമയത്ത്, മനസ്സിന് സന്തോഷമുള്ള സമയത്ത് ആ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള സൂറത്താണ്. അതുകൊണ്ട് തന്നെ മറ്റതിന്റെ അനുബന്ധമാണെന്ന നിലക്ക് രണ്ടും ഒരു സൂറത്താണെന്ന് വെക്കേണ്ടതില്ല എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേ, അതിന്റെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക, ഓ നബിയേ തങ്ങളുടെ ഹൃദയം, തങ്ങളുടെ നെഞ്ച് അഥവാ തങ്ങളുടെ ഹൃദയം നമ്മൾ തുറന്നു തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ഹൃദയം അങ്ങയ്ക്ക് നമ്മൾ തുറന്നു തന്നിട്ടില്ലേ നബിയേ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക, അങ്ങയുടെ അതേ നടുവല്ല് പൊട്ടാൻ മാത്രം, ഓ നബിയേ അങ്ങയുടെ നട്ടെല്ലിന് ഭാരം വരാൻ മാത്രം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ അല്ലാഹു ആകുന്ന നമ്മൾ അങ്ങയ്ക്ക് അതാ എടുത്ത് നീക്കം ചെയ്ത് തന്നിട്ടില്ല നബിയേ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പ്രശസ്തിയും പേരും നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഉയർത്തി വെച്ചിട്ടില്ലേ നബിയേ? ഇതൊരു ചോദ്യമല്ല, ഇതൊരു ചോദ്യമല്ല, മറിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി പറയുകയാണ്. അലം നശ്റഹ് ലക സദ്റക, ഓ നബിയേ തങ്ങളുടെ നെഞ്ച് നമ്മൾ വിടർത്തി തന്നിട്ടുണ്ട്. അഥവാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം, അതിന് എല്ലാ വികാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു തഫ്സീർ പറഞ്ഞു, ധാരാളം തഫ്സീറുകളുണ്ട്. അതിൽ ഒരു തഫ്സീർ പറഞ്ഞു, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത്, എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്തിലല്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആരും ഇരിക്കരുത്, ഞാൻ പറയും. എല്ലാവരും നോക്കുക, എല്ലാവരും നോക്കുക, മുന്നിൽ വല്ല കസേരയും ബാക്കിയുണ്ടോന്ന്. ഉണ്ടെങ്കിൽ ആ കസേരയിലേക്ക് പിന്നിലുള്ള ആള് കയറിയിരിക്കുക. അതുപോലെ ഈ എന്റെ വലതുഭാഗത്തുള്ള ആള് നോക്കുക, അവരുടെ വലതുഭാഗത്ത് കസേര ഒഴിവുണ്ടോന്ന്. എങ്കിൽ അങ്ങോട്ട് കയറി, എന്നിട്ട് ആ സൈഡിലുള്ള കസേര ഒഴിവ് വരിക. അതുപോലെ എന്റെ ഇടത് ഭാഗത്തുള്ളവർ നോക്കുക, അവരെ ഇടത് ഭാഗത്ത് വല്ല കസേര ഒഴിവുണ്ടോ നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കയറിക്കുക. അങ്ങനെ മധ്യത്തിൽ ഒറ്റ കസേര. നമ്മളെ മുജീബ്ക്ക് പെട്ടെന്ന് DC ആയി പോയതാണ്, എന്തറിയില്ല. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം തിരിച്ചെത്തും. പരിപാടി നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു ഖൈറായ നിലക്ക്
അത് കേൾക്കുവാനും ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ അൽഫത്താഹ് ഉസ്താദിന്റെ ഉമ്മ PM ഇങ്ങനെ വന്നിട്ട് ഉമ്മ മരണപ്പെട്ടു എന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, ഖബർ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലൊക്കെ ദുആ ചെയ്യും. മുജിബ്ക്കാക്ക് വേണ്ടി മേക്കൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ചെയ്ത കൂട്ടത്തിൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് അവിടുത്തെ ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്നൊരു കറുത്ത ഒരു രക്തം നീക്കം ചെയ്ത് ആ ഹൃദയം സ്പെഷ്യലായി ഒന്ന് കഴുകി. അതേ മോശമായ ഒരു ചിന്തയും മോശമായ ഒരു പ്രവർത്തനവും അതിനുള്ള പ്രചോദനവും അവിടുത്തെ മനസ്സിൽ അതേ ഒരിക്കലും ഉണ്ടാകരുത് എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരാത്മീയമായ ചികിത്സയാണത്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് ചെയ്തതിനു ശേഷം അവിടുത്തെ ഹൃദയം തലസ്ഥാനത്ത് തന്നെ വെച്ച് അതാ മുറിവ് കൂട്ടുകയുണ്ടായി. അങ്ങനെ ഒരു ഓപ്പറേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ നടന്നിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം നടന്നത് ഈ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. ഒന്ന് കുട്ടിക്കാലത്ത് അതേ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അങ്ങനെ 3 സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്റാ മിഅ്റാജിന് വേണ്ടി പോകുന്ന സമയത്താണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ഞ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ എന്ന വാചകത്തിന് അങ്ങനൊരു തഫ്സീറുണ്ട്. ഈ തഫ്സീർ ആ തഫ്സീറിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് തഫ്സീറുകൾ ആ വാചകത്തിനുണ്ട്. അതിലൊന്നാണത്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ വിവരിക്കുകയാണ്. അതിനവര് പറഞ്ഞ കാരണം എന്താണ്? അവര് പറഞ്ഞ കാരണം 40 വയസ്സാകുമ്പോൾ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നത്. അതിനു മുമ്പൊരു ബഹുമാനമുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിച്ചു തരില്ലെന്നാണ് മുഅ്തസിലത്തെന്ന് പറയുന്ന പഴയകാലത്ത് കഴിഞ്ഞുപോയ പുത്തൻവാദികളുടെ വാദത്തിന്റെ രത്നച്ചുരുക്കം. അതുകൊണ്ട് ആ പുത്തനാശയക്കാർ 40 വയസ്സിന് മുമ്പ് വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നുവെന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കാറില്ല. അത് വിവരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരാ പറഞ്ഞ വാദം ശരിയല്ല. കാരണം അന്ന തഖ്വീബൽ മുഅ്ജിസി അലാ സമാനിൽ ബിസതി ജായിസുൻ ഇൻദനാ, സുന്നത്ത് ജമാഅത്തുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ മുഅ്ജിസത്തിന്റെ മഹത്വങ്ങൾ മുഅ്ജിസത്ത് എന്ന പേരിൽ കൊടുക്കുന്നത് നബുവത്തിന് ശേഷമാണെങ്കിലും അതിനു മുമ്പ് തന്നെ ധാരാളം അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതിന് ബുദ്ധിപരമായ ഒരു തടസ്സവുമില്ല, പ്രാമാണികമായും ഒരു തടസ്സവുമില്ല. വദാലിക ഹുവൽ മുസമ്മാ ബിൽ ഇർഹാസ്. അങ്ങനെ നുബുവത്തിന്റെ 40 വയസ്സിന് മുമ്പ് ലഭിക്കുന്ന അത്ഭുതങ്ങൾക്ക് പേര് ഇർഹാസ് എന്നാണ്. അതിന്റെ പേര് ഇർഹാസ് എന്നാണ്. ومثله في حق الرسول عليه السلام كثير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവിടുന്ന് ഗർഭത്തിലുള്ള സമയത്തും അവിടുന്ന് പ്രസവിക്കുന്ന സമയത്തും
അതിനുശേഷം കുട്ടിക്കാലത്തും എത്രയോ നടന്നിട്ടുണ്ട്. അതൊരിക്കലും ബുദ്ധിക്ക് വിരുദ്ധമല്ല, പ്രമാണത്തിന് വിരുദ്ധമല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പുത്തൻവാദികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ എഴുതി വെക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ. എനിക്ക് 40 വയസ്സായി എന്നെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞില്ലേ? ഇമാം മുസ്ലിം സഹീഹായ നിലക്കത് റിപ്പോർട്ട് ചെയ്തില്ലേ? കാരണം അവിടുത്തെ കേൾവിയും അവിടുത്തെ കാഴ്ചയും 40 വയസ്സിന് മുമ്പ് തന്നെ അസാധാരണമാണ്. എന്തിനധികം പറയണം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ? വിഗ്രഹങ്ങൾ തലകുത്തി വീണില്ലേ? അവിടെ ഒരുപാട് ശബ്ദദാസാവാ തടാകം വറ്റിയില്ലേ? ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ? അതെല്ലാം പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ? കാരണം 40 വയസ്സായതിനു ശേഷം മാത്രമല്ല, സുബ്ഹാനല്ലാഹ് സാഹസൗസുൽ ഇശാറത്തി ബിൽ ബിശാറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടന്നപ്പോൾ തന്നെ അവിടുന്ന് അവിടുത്തെ മാതാവ് ഗർഭിണിയായപ്പോൾ തന്നെ അവിടുന്ന് മാതാവിന് പ്രസവ വേദന വന്നപ്പോൾ തന്നെ വലഹും സജിലും ബിത്തസ്ബീഹി വത്തഹ്ലീൽ ലിൽമലിക്കിൽ ജലീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് ഉമ്മയുടെ 4 ഭാഗത്തും വന്ന് വലയം ചെയ്തില്ലേ? അവരെല്ലാം റബ്ബിന് തസ്ബീഹ് ചൊല്ലിയില്ലേ? പടച്ച റബ്ബിന് വേണ്ടി ദിക്ർ കൊണ്ടുവന്നില്ലേ? ഈ മഹാനായ കുട്ടി ജനിക്കുന്നതൊരു വലിയ സംഭവമായി മലായികത്ത് ഏറ്റെടുത്തില്ലേ? ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അത് വലിയ സംഭവമായി തന്നെ കണ്ടില്ലേ? കാരണം ഇതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജന്മം ഒരു വലിയ സംഭവമാണ്. അവിടുന്ന് മാതാവ് ഗർഭം ധരിച്ചത് തന്നെ വലിയ സംഭവമാണ്. ഓരോ മാസത്തിലും അമ്പിയാക്കളെ ആത്മാക്കളെ ആ ആമിന ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. ആ അമ്പിയാക്കൾ ആമിന ബീവിയോട് പല സന്തോഷങ്ങളും പറയുകയാണ്. മങ്കൂസ മൗലിദിലും ശറഫൽ അനാമിലും നമ്മുടെ മൗലിദുകളിലൊക്കെ നമ്മളെ ഓതാറില്ലേ? ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസിലും അതുപോലെ അൽ ബിദായത്തു വൻ നിഹായയിലും താരീഖുൽ ഉമവി വൽ മുലൂക്കിലും അതുപോലെ തുടങ്ങിയിട്ട് ലോകത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാതാവ് ഗർഭം ചുമന്ന സമയത്തും അവിടുന്ന് പ്രസവിക്കപ്പെടുന്ന സമയത്തൊക്കെയുള്ള 100 കണക്കിന് അത്ഭുതങ്ങൾ പറഞ്ഞില്ലേ? എന്തിനധികം പറയണം, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരും കൂടിയായ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? മുസ്ലിമാണോ അവനൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അത്രയും പ്രശസ്തമാണതെന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അങ്ങനെ പ്രസവിക്കപ്പെടുന്ന സമയത്തും ഗർഭം ചുമന്ന സമയത്തുമൊക്കെ ധാരാളം നടന്നിട്ടുണ്ട്. അതിനുശേഷവും പലപ്പോഴും നബുവത്തിന് മുമ്പ് 100 കണക്കിന് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും പറയാൻ സന്ദർഭമില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ? കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലമാണ്. ഹജറുൽ അതേ കഅബയുടെ കല്ലുകൾ ഓരോ വ്യക്തികളും ഓരോ കല്ലുകൾ ചുമലിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ സംസ്കാരം ലോകത്തിന് നബി തങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പാണത്. അന്ന് ഉടുത്ത തുണികൾ അഴിച്ചിട്ട് അതാ അവര്
അവരുടെ കല്ലിന്റെ ചുവടെ ചുമല് വേദനിക്കാതിരിക്കാൻ, ചുമലിന് അടയാളം വരാതിരിക്കാൻ ഉടുത്ത തുണി അഴിച്ചിട്ട് ചുമലിന്റെ മേലെ വെച്ചിരുന്നു. അങ്ങനെ പലരും കല്ല് കൊണ്ടുപോകുമ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. മോനെ, തുണിയഴിച്ചിട്ട് നീയും കല്ലിന്റെ ചുവട് വെക്കൂന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് തയ്യാറായില്ല. കാരണം അവിടുന്ന് കുട്ടിക്കാലം മുതലേ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിലും പ്രത്യേക മേൽനോട്ടത്തിലും പ്രത്യേകമായ ബുദ്ധിയിലും അറിവിലുമാണ് ജീവിതം. അങ്ങനെ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹോദരന്റെ പുത്രനല്ലേ, ചെറുപ്പക്കാരനല്ലേ, കല്ലുകൊണ്ട് ചുമല് വേദനയാകണ്ടെന്ന് മനസ്സിലാക്കി തുണി അഴിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് ബോധരഹിതരിൽ നീ വീണുപോയില്ലേ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്തില്ലേ. അവിടുന്നതാ മറ്റുള്ളവരെ പോലെയല്ല. അവിടുന്ന് നുബുവത്ത് കിട്ടി. ലോകത്തിന്റെ മുമ്പിൽ പ്രബോധനത്തിനിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജീവിതവും സംസ്കാരവും ബുദ്ധിയും വികാസവും അവിടുത്തെ ജീവിതത്തിലെ അത്ഭുതങ്ങളും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടത് ധാരാളം നടന്ന സംഭവങ്ങളാണ്, അത് നിഷേധിക്കേണ്ടതില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആമുഖമായി പറയുകയാണ്. അതിനുശേഷം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അലം നശ്റഹ് ലക സദ്റക് എന്ന ആയത്തിൽ മറ്റ് ചില തഫ്സീറുകളിലേക്ക് കടക്കുന്നു. ആ തഫ്സീറുകളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത്. സുഹൃത്തുക്കളെ, മഹാനവകൾ പറയുന്നു, അതേ മനസ്സിനെ തുറന്നു തന്നില്ലേ. അലം നശ്റഹ് ലക സദ്റക്, ഓ നബിയേ, അങ്ങയുടെ നെഞ്ഞ് നമ്മൾ വികസിപ്പിച്ചു തന്നില്ലേ, അഥവാ മനസ്സ് തുറന്നു തന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് ചോദ്യമല്ല. അതേ വാക്ക് ചോദ്യമാണെങ്കിലും അത് സ്ഥിരപ്പെടുത്തി പറയുന്നൊരു വാക്കാണത്. അഥവാ അങ്ങയുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നിട്ടുണ്ട് എന്നാണ് ആ വാചകം കുറിക്കുന്നത്. എന്തിലേക്കാണ് തുറന്നത്? ഇന്ന വിഷയത്തിലേക്ക് എന്നല്ല പറഞ്ഞിട്ടില്ല. കാരണം എന്തെല്ലാം നന്മകളുണ്ടോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, എന്തെല്ലാം നല്ല സംസ്കരണങ്ങളും സംസ്കാരങ്ങളുമുണ്ടോ, എന്തെല്ലാം ആവശ്യമുള്ള വിഷയങ്ങളുണ്ടോ, എല്ലാ വിഷയത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് അല്ലാഹു തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മൾ തുറന്നു തന്നിട്ടില്ലേ നബിയേ എന്ന് മാത്രം പറഞ്ഞു, ഇന്ന വിഷയമെന്ന് പറഞ്ഞില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അതിൽപ്പെട്ട പലതും എല്ലാം പ്രധാനം തന്നെ, ചിലത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും വലിയ വിഷയം അല്ലാഹുവിനെ അറിയുക എന്നതാണ്, അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ്. കാരണം ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ഏറ്റവും തുറക്കേണ്ടത് അവന്റെ മനസ്സിനെ സൃഷ്ടിച്ച നാഥനിലേക്കാണ്, റബ്ബിനെ സ്നേഹിക്കുന്നതിലേക്കാണ്, റബ്ബിനെ പ്രിയം വെക്കുന്നതിലേക്കാണ്, റബ്ബിനെ അനുസരിക്കുന്നതിലേക്കാണ്. അതുകൊണ്ട് തന്നെ സർവ മഅരിഫത്തിലേക്കും സർവ താഅത്തിലേക്കും, അഥവാ റബ്ബിനെ അറിയുന്നതിലേക്കും റബ്ബിന് പുണ്യകർമ്മം ചെയ്യുന്നതിലേക്കും ഒരു മടിയും മടുപ്പുമില്ലാതെ സർവസമയവും അവിടുത്തെ ഹൃദയം അല്ലാഹുവിലേക്ക് ചേർന്നു നിൽക്കുന്നു. അലം നശ്റഹ് ലക സദ്റക്. ഇനിയോ സുഹൃത്തുക്കളെ, അവിടെ തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അലം അശ്റഹ് എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്,
അലം നസ്റഹ് എന്നാണ് പറഞ്ഞത്. ഞാൻ തുറന്നു തന്നില്ലേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ തുറന്നു തന്നില്ലേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാം എന്ന് അല്ലാഹു തആല പറയാൻ എന്താണ് കാരണം? അലം അസ്റഹ് ഞാൻ തുറന്നു തന്നു എന്ന് പറയാതെ നമ്മൾ തുറന്നു തന്നു എന്ന് പറയാൻ എന്താണ് കാരണം? അതിന് രണ്ട് കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്ന്, അല്ലാഹു തന്നെ അവന്റെ മഹത്വത്തെ തോന്നിപ്പിക്കുന്ന വിധം ഞാനെന്ന് പറയാതെ നമ്മളെന്ന് പറഞ്ഞതാണ്. അല്പം ബഹുമാനിച്ച് പറയുന്ന വാക്കല്ലേ നമ്മൾ എന്ന വാക്ക്. അപ്പൊ അള്ളാഹ് തന്നെ അവനെ ബഹുമാനിച്ച് നമ്മൾ തുറന്നു തന്നു, നാം തുറന്നു തന്നു എന്ന് പറഞ്ഞത് അത്രയും ബഹുമാനമുള്ള എന്റെ തുറക്കലാണ്. അതുകൊണ്ട് അതൊരു ചെറിയ തുറക്കലല്ല, ചെറിയ തരലല്ല. കൊടുക്കുന്നവന്റെ ബഹുമാനമനുസരിച്ചല്ലേ കിട്ടുന്നതിന്റെ വർധനവ്. അത് സൂചിപ്പിക്കാനാണ് അലം അസ്റഹ് എന്ന് പറയാതെ അലം നസ്റഹ് എന്ന് പറഞ്ഞത്. ഒരു വ്യാഖ്യാനം, ഒരു വിവരണം. മറ്റൊരു വിവരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ തുറന്നു തന്നില്ലേ എന്നതിൽ അല്ലാഹു തുറന്നു തന്നു. ആ അല്ലാഹു തആല ലോകത്തിന്റെ വിഷയങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി അവൻ നിശ്ചയിച്ച അവന്റെ ഉദ്യോഗസ്ഥന്മാരില്ലേ, ആ ഉദ്യോഗസ്ഥന്മാരല്ലേ മഹാത്മാക്കളായ മലക്കുകൾ. ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഭാഗത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ മനസ്സിന് ശക്തി പകരുകയാണ്. മലക്കുകൾ ശക്തി പകരുകയാണ്. മലക്കുകളുടെ സഹായവും മലക്കുകളുടെ സമാധാനിപ്പിക്കലും മലക്കുകൾ ഹാജരാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാസമയത്തും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എത്ര തന്നെ വിമർശിച്ചാലും അവിടുന്ന് എത്ര കഠിനാധ്വാനം ചെയ്ത് ദീനീ പ്രബോധനം നടത്തുമ്പോഴും പുറംതിരിഞ്ഞു നടക്കുന്നവര് പുറംതിരിഞ്ഞു നടന്നാലും, ആരെന്ത് കുറ്റം പറഞ്ഞാലും, ആരെന്ത് തന്നെ ചീത്ത പറഞ്ഞാലും, ആരെന്ത് കല്ലെടുത്തെറിഞ്ഞാലും, ആരെന്ത് തന്നെ ചെയ്താലും അവിടുത്തെ മനസ്സിന് പതർച്ച സംഭവിക്കുന്നില്ല. കാരണം മലക്കുകൾ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തി പകരുകയാണ്. അതുകൊണ്ട് ആ മലക്കുകളെയും കൂടി കൂട്ടിയിട്ടാണ് അല്ലാഹു തആല അലം നസ്റഹ് നമ്മൾ തുറന്നു തന്നില്ലേ എന്ന് പറഞ്ഞതെന്നും ഇമാം റാസി മറ്റൊരു വ്യാഖ്യാനം വിശദീകരിക്കുകയാണ്. അലം നസ്റഹ് ലക സദ്റക. മറ്റൊരു വാചകം അലം നസ്റഹ് ലക. പരിശുദ്ധ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല, അതിലുള്ള വചനങ്ങൾ സാധാരണ വചനങ്ങളല്ല. ഓരോ അക്ഷരത്തിനും പ്രത്യേകം അർത്ഥങ്ങളുണ്ട്. അലം നസ്റഹ് സദ്റക് എന്ന് പറയാതെ അലം നസ്റഹ് ലക സദ്റക്. ഇതിനാണ് ലക എന്ന് പറഞ്ഞത്. അലം നസ്റഹ് നമ്മൾ തുറന്നു തന്നില്ലേ, ലക തങ്ങൾക്ക് തുറന്നു തന്നില്ലേ, തങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ പ്രവർത്തനം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ പ്രവർത്തനം. എന്തുകൊണ്ട്? അവിടുന്ന് ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ്. അവിടുന്ന് ചെയ്യുന്നതെല്ലാം രാജാവായ എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ പ്രിയപ്പെട്ട നബിക്ക് വേണ്ടിയാണ്. സ്നേഹത്തിന്റെ വാക്കാണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകാശങ്ങളും ഭൂമികളും മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബ് സ്നേഹത്തോടെ പറഞ്ഞ വാക്കാണത്. അവിടുന്ന് നബിതങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി. അതുകൊണ്ട് അല്ലാഹുബില്ലാ, അവിടുന്ന് ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ഹബീബ് നബിക്ക് വേണ്ടി. അലം നസ്റഹ് ലക, തങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നു തന്നില്ലേ. സുഹൃത്തുക്കളെ, ആകാശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും ഭൂമി സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ലൗലഹു ലം തുഖ്റജി ദുനിയാ മിനല്ലദബി. അതല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദ ബൈത്തിൽ പറഞ്ഞത്, ഫകൈഫ തദൂ ഇലാ
ദുനിയാ മറൂറത്തു മൻ ലൗലാഹു ലം തുഖ്റജി ദുനിയാ ബിനല്ലദമി. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലിക്കൊരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഈ ഭൂമിയെ തന്നെ അല്ലാഹു സൃഷ്ടിക്കില്ലായിരുന്നു. ആകാശം ഉണ്ടാവുകയില്ലായിരുന്നു, സൂര്യൻ ഉണ്ടാവുകയില്ലായിരുന്നു, ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അലം നസ്റഹ് ലക സദ്റക, അലം നസ്റഹ് ലക സദ്റക, തങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു നബിയേ. മറ്റൊന്ന് അതിന്റെ ഒരു സാരം, അലം നസ്റഹ് ലക സദ്റക, തങ്ങൾക്ക് മനസ്സ് തുറന്നു തന്നതിന്റെ ഗുണം ആർക്കാണ്? അതിന്റെ ഗുണം തങ്ങൾക്ക് തന്നെയാണ്, രാജാവായ എനിക്കല്ല. അതിന്റെ എല്ലാ ഗുണങ്ങളും തങ്ങൾക്കാണ്. അലം നസ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ഞ് നമ്മൾ തുറന്നു തന്നു. അവിടെ അല്ലാഹു തആല മനസ്സ് എന്ന് പറയാതെ നെഞ്ഞ് എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അതേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാചുകളുണ്ട്. അത് മനുഷ്യന്മാരെ കൂട്ടത്തിലുമുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കുന്നവർ, വേണ്ടാത്ത ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ, മനുഷ്യനെ പിഴപ്പിച്ചു കളയുന്നവർ മനുഷ്യന്മാരെ കൂട്ടത്തിലുമുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്, ശൈത്താന്മാര്. അതേ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് മനുഷ്യന്റെ നെഞ്ഞിൽ പ്രശ്നമുണ്ടാക്കുന്നവരെന്നാണ്. കാരണം നെഞ്ഞിലേക്ക് കയറിയാൽ ഹൃദയത്തിലേതാ പ്രശ്നമുണ്ടാക്കുന്നു, സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ഞിലേക്ക് തന്നെ പ്രവേശനം കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശനം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ശൈത്താനിന്റെ അനുയായികൾക്കും അവിടുത്തെ നെഞ്ഞിലേക്ക് തന്നെ പ്രവേശനം കൊടുത്തില്ല. അലം നസ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ഞ് നമ്മൾ വിടർത്തി തന്നില്ല നബിയേ, തുറന്ന് തന്നില്ല നബിയേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ പോയിട്ട് ആ ഹൃദയത്തിന് ആവരണം ചെയ്ത നെഞ്ഞിലേക്ക് പോലും ഒരു പിശാചിനും അടുക്കാൻ സാധിക്കുന്നില്ല. ഒരു തിന്മയുടെ വക്താവിനും അടുക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് അങ്ങയുടെ ഹൃദയത്തെ നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ. മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ശത്രുത ഒരു പ്രശ്നമല്ല. ശത്രുക്കൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ കടക്കുന്നേയില്ല, അതിനെ ഗൗനിക്കുന്നേയില്ല. അതിന്റെ പുറമേ അതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്തിറങ്ങിയപ്പോ فأعطاه الله من آياته ما اتسع لكل ما حمله وسخره عنده كل شيء احتمله من المشاق. ജീവിതത്തിൽ ദീനീ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും എതിരാളികൾ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ നിസ്സാരമായി തോന്നുകയാണ്, അതൊക്കെ വളരെ നിസ്സാരമായി തോന്നുകയാണ്. എനിക്കെന്റെ റബ്ബ് തന്ന അനുഗ്രഹം വളരെ വലുതല്ലേ, എന്റെ റബ്ബിലേക്ക് എന്റെ മനസ്സിനെ അല്ലാഹു തിരിച്ചില്ലേ. ഇവിടെയുള്ള ശത്രുക്കൾ ഇരുട്ടിന്റെ കക്ഷികളല്ലേ, ആ ഇരുട്ടിന്റെ കക്ഷികൾ ചെയ്യുന്ന തോന്നിവാസങ്ങളും അതുപോലെ ഇരുട്ടിന്റെ കക്ഷികൾ ചെയ്യുന്ന അനീതികളും അക്രമങ്ങളും അതൊന്നും ദീനീ പ്രവർത്തന രംഗത്ത് എനിക്കൊരു പ്രശ്നമല്ലല്ലോ. മനസ്സ് റബ്ബ് തുറന്നാൽ അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ പ്രസംഗം നടത്തുന്നു, ധാരാളം ആളുകൾ വന്ന് തടിച്ചുകൂടിയിരിക്കുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് പാറക്കടവിൽ വന്നപ്പോ നമ്മുടെ പ്രവർത്തകന്മാര് സങ്കടം പറഞ്ഞു എന്നോട്. പാറക്കടവ് ടൗണിലും പരിസരത്തും
ഒരൊറ്റ പോസ്റ്ററും ബാക്കിയില്ല. എല്ലാ പോസ്റ്ററും രാത്രി പോയി കീറിക്കളയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരൊറ്റ ഹിന്ദുവും അത് കീറൂല, ഒരു ക്രിസ്ത്യാനിയും അത് കീറൂല. കീറിയിട്ടുണ്ടാവുക മനസ്സ് ഇടുങ്ങിപ്പോയ മനുഷ്യന്മാര് മുസ്ലിമീകളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരായിരിക്കും. പക്ഷേ അതിന്റെ പേരിൽ നമുക്ക് മനസ്സിനൊരു പ്രയാസവുമില്ല. അല്ലാഹു അവരെയും നന്നാക്കട്ടെ, അവർക്കും അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അത് നമുക്ക് എവിടുന്ന് കിട്ടി ആശയം? ആ ആശയം നമുക്ക് എവിടുന്ന് കിട്ടി? സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഗേറ്റിന്റെ സമീപത്ത് ഞാനൊരു ദിവസം രാത്രിയിൽ ഏകദേശം 2 മണി സമയത്ത് വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിന്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ പേരക്കമരം. ആ പേരക്കമരത്തിന്റെ മേലെ ഞാനിവിടെ പ്രസംഗിക്കുന്ന പോസ്റ്റർ കെട്ടിയത് ഞാൻ കണ്ടിരുന്നു. ഒരു ദിവസം രാത്രി 2 മണിക്ക് വന്നു നോക്കുമ്പോ അതിന്റെ മേലെ തന്നെ കൊണ്ടുവന്ന് വേറൊരു സംഘടനയുടെ പോസ്റ്റർ കെട്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ആ കക്ഷികൾ വിചാരിച്ചിട്ടുണ്ടാകും ഇത് പാതിരക്ക് വരുമ്പോ ഞാനത് എടുത്തു നീക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാനത് എടുത്തു നീക്കിയില്ലെന്ന് മാത്രമല്ല, എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാനോട് പറഞ്ഞു, അക്രമം ചെയ്യുന്നവരുടെ അക്രമം ജനങ്ങൾ കാണാൻ ഇതാണ് നല്ലത്, അത് അവിടെ തന്നെ കിടക്കട്ടെ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിന് അല്ലാഹു തആല നമുക്ക് തുറന്നു തന്നാൽ അവിടെ പിന്നെ എതിരാളികളെ പ്രവർത്തനങ്ങൾ മനസ്സ് തുറക്കപ്പെട്ടൊരു മനുഷ്യന് പ്രശ്നമായി തോന്നൂല. അതിനാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, അലം നശ്റഹ ലക സദ്റക, അങ്ങയുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ. അതിന്റെ വിവരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പടച്ച റബ്ബ് അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുത്ത ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഞാൻ സത്യത്തിലാണെന്നും ഞാൻ സത്യത്തിന് വേണ്ടിയാണ് ത്യാഗം ചെയ്യുന്നതെന്നും അതിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ മനസ്സിൽ ശരിക്കും ഉറച്ചപ്പോൾ വസഖറഹു ഇൻദഹു കുല്ല ശൈഇൻ ഇഹ്തമലഹു മിനൽ മസാഖ്, എതിരാളികൾ കൊണ്ടുവരുന്ന ഒരു പ്രശ്നവും അവിടുത്തെ മനസ്സിൽ അതിന് ഒരു ഗൗരവവും തോന്നിയില്ല, അത് വലുതായി കണ്ടില്ല. അതിനോർമന്റായങ്ങ് തള്ളുകയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പുറമെ വദാലിക ബിഅന്ന ഖറജ അൻ ഖൽബിഹി ജമീഅൽ ഹുമൂമി വമാ തറക ഫീഹി ഇല്ലാ ഹാദൽ ഹമ്മുൽ വാഹിദു. അല്ലാഹ് 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 എന്ന അല്ലാഹുവിനുള്ള ചിന്തയിൽ അവിടുത്തെ ഹൃദയമങ്ങ് മുഴുകിയപ്പോൾ ആ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കണമെന്നും ആ ദീനനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തെ ഇവിടെ വളർത്തിയെടുക്കണമെന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കണമെന്നുമുള്ള ചിന്ത മാത്രമായപ്പോൾ പിന്നെ അവിടുത്തെ മനസ്സിന് മനക്ലേശങ്ങളില്ല. പിന്നെ സ്വന്തം കുടുംബത്തിന്റെ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളൊന്നും വലുതായി കാണുന്നില്ല. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കാറില്ലെന്നല്ല, അതുപോലെ കുടുംബത്തെ സംരക്ഷിക്കാറില്ലെന്നല്ല, അതൊന്നുമല്ല വലിയ പ്രശ്നം. വലിയ പ്രശ്നം എന്താണ്? വലിയ പ്രശ്നം എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടുക എന്നതാണ്, എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ്, എന്റെ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്, എന്റെ റബ്ബിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നതാണ്, ഞാൻ ഉൾക്കൊള്ളുന്ന സിറാത്തും മുസ്തഖീം എല്ലാവർക്കും എത്തിക്കുക എന്നതാണ്. അതിന്റെ മുമ്പിൽ എന്റെ കുടുംബത്തിന്റെ പ്രശ്നമല്ല. ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും നബിതങ്ങൾ വിലവെക്കുന്നില്ല. ഈച്ചകളില്ലേ മുഖത്തിന്റെ മുൻഭാഗത്തുകൂടി പറന്ന് ശല്യമുണ്ടാക്കുന്ന ഈച്ചകൾ, ആ ഈച്ചകളെ വില പോലും ശത്രുക്കൾക്ക് നബിതങ്ങൾ വെച്ചില്ല.
അത്തരത്തിൽ അവിടുത്തെ മനസ്സല്ലാഹു അങ്ങ് തുറന്നു കൊടുത്തു. അതേ വലം യുമില്ലിലാമാലിഹിം, അവരുടെ സമ്പത്തിന്റെ മഹത്വം കണ്ടിട്ട്, അവരുടെ ധനത്തിന്റെ പവർ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് നീങ്ങിയില്ല. എന്തിനധികം പറയണം, ഫസറഹു സദ്രി ബാറത്തുൻ അന്നിൽമിഹി ബിഹഖാറത്തി ദുനിയാ വകമാലിൽ ആഖിറ. ഈ ദുനിയാവ് താഴ്ന്ന ഒരു സാധനമാണ്. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഈ ദുനിയാവിലെ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ പണത്തിനും അധികാരത്തിനും നിലനിൽപ്പില്ല, ഇവിടുത്തെ സ്ഥാനമാനത്തിന് നിലനിൽപ്പില്ല. പരിപൂർണമായുള്ളത് ആഖിറത്തിലെ ജീവിതമാണ്. ആ ഒരു ചിന്തയിലേക്ക് അവിടുത്തെ ഖൽബങ്ങോട്ട് വികസിച്ചു. അല്ലാഹ് പറഞ്ഞില്ലേ, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യസ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ മനസ്സല്ല തുറക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹ് ഒരാൾക്ക് സന്മാർഗം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, യസ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നയങ്ങളിലേക്ക്, ഇസ്ലാമിന്റെ സ്വഭാവത്തിലേക്ക്, ഇസ്ലാമിന്റെ ജീവിത രീതിയിലേക്ക് അവന്റെ മനസ്സിനെ അല്ലാഹ് തുറന്നു കൊടുക്കും. വമൻ യുരിദ് അൻ യുളില്ലഹു, നേരെ മറിച്ച് ഒരു മനുഷ്യനെ അല്ലാഹ് പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, യജഅൽ സദ്റഹു ലയ്ഖൻ ഹറജാ, അവന്റെ മനസ്സ് ഇടുങ്ങിപ്പോയ മനസ്സായിരിക്കും. ഒരു മനുഷ്യനെ അല്ലാഹു പിഴപ്പിച്ചാൽ അവന്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സായിരിക്കും. ഇടുങ്ങിയ മനസ്സിന്റെ സ്വഭാവം എന്താണ്? വേറെ ആരോടും ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം, സഹനത്തിന്റെ അന്തരീക്ഷം, സഹകരണത്തിന്റെ അന്തരീക്ഷം അവന്റെ മനസ്സിലുണ്ടാവില്ല. അത് പിഴച്ചുപോയവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ലക്ഷണക്കേടാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പിഴച്ചുപോയ ആളുകൾക്ക് സങ്കുചിത മനസ്ഥിതിക്കാരായിരിക്കും അവർ. അവരുടെ സ്വഭാവം എപ്പോഴും അവൻ ഇവിടെ നിലനിൽക്കണം, അവന്റെ കാര്യം നടക്കണം, വേറെ ആരെ കാര്യവും നടക്കരുത്. ഈ ഒരു ഇടുങ്ങിയ മനസ്ഥിതി അല്ലാഹു തആല പിഴപ്പിച്ചു പോയവർക്കുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തു പറയുകയാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അന്നഹും ഖാലു, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയൻസരിഹു സദ്റു, മനസ്സ് വികസിക്കുമോ നബിയെ, മനസ്സ് വികസിക്കുമോ നബിയെ? ഖാല നഅം, അവിടുന്ന് പറഞ്ഞു അതെ, മനസ്സ് വികസിക്കും. എങ്ങനെയാണ് മനസ്സിന്റെ വികസനം? ഖാലു വമാ അലാമത്തു ദാലിക, എന്താണ് മനസ്സിന്റെ വികസനത്തിന്റെ അടയാളം? ഒരാളുടെ മനസ്സ് വികസിച്ചാൽ അതിന്റെ അടയാളം എന്താണ്? ഖാല അത്തജാഫി അനിൽ ഖുറൂർ, ആരെയും ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, ആരെയും ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കാണുന്നില്ലേ തീവ്രവാദികള്, ഭീകരവാദികള്, അവരുടെ മനസ്സിന് ഇടുക്കമാണ്. ഇടുങ്ങിയ മനസ്സായതുകൊണ്ട് തന്നെ അവരതാ ബോംബ് നിർമ്മിക്കുന്നു, അതുപോലെ ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ആ ആയുധങ്ങൾ കൊണ്ടുപോയി പ്രയോഗിക്കുന്നത് എപ്പോഴാണ്? ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടിലെറിയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലെറിയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടക്ക് പോയി എറിയുന്നു. ആ ഏറ് സുബ്ഹാനല്ലാഹ് പച്ചാപ്പകലിലാണ് കാണുന്ന നിലക്കല്ല എറിയുന്നത്. സുബ്ഹാനല്ലാഹ് രാത്രി സമയത്ത് ആരും കാണാതെ എറിയുന്നു. ആ എറിഞ്ഞ മനുഷ്യൻ അവിടുന്നതാ ഓടിക്കളിയുന്നു. പിറ്റേ ദിവസം നേരം വെളുത്താൽ ആർക്കാണോ ഏറ് കിട്ടിയത്, ഏത് വീട്ടിനാണോ ഏറ് കിട്ടിയത്, ആ കക്ഷി തെറ്റിദ്ധരിക്കുന്നു, അവന്റേതല്ലാത്ത സംഘടനയെ തെറ്റിദ്ധരിക്കുന്നു, അവന്റേതല്ലാത്ത മതത്തെ തെറ്റിദ്ധരിക്കുന്നു. ആ കക്ഷികൾ ഇറങ്ങിയിട്ട് നാടൊട്ടാകെ കുഴപ്പം സൃഷ്ടിക്കുന്നു. എത്രയോ സ്ത്രീകളെ അതാക്രമിക്കുന്നു, വീടുകൾക്ക് തീ കൊടുക്കുന്നു, ബോംബേറുകൾ നടക്കുന്നു, സുബ്ഹാനല്ലാഹ് വാഹനം തകർക്കുന്നു, പരസ്പരം കൊലയും കൊള്ളിവെപ്പും നടക്കുന്നു. ഇതെല്ലാം ചെയ്തു തീർത്തത് ആരാണ്? രാത്രിയിൽ ആരും കാണാതെ ബോംബെറിഞ്ഞവനല്ലേ? അവൻ പോയി ഒളിച്ചു നിന്നില്ലേ? നിരപരാധികൾ ക്രൂശിക്കപ്പെട്ടില്ലേ?
ഈ ചതിപ്രയോഗം നടത്തുന്ന കക്ഷികളല്ലേ തീവ്രവാദികളും ഭീകരവാദികളും. അവർ മനസ്സിടുങ്ങിപ്പോയ കക്ഷികളാണ്, പടച്ചവൻ പഴപ്പിച്ചു കളഞ്ഞ കക്ഷികളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ, മനസ്സ് വിശാലമുള്ളവർ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോൾ നശീകരണ പ്രവർത്തനത്തിന് മനസ്സിന് വിശാലതയുള്ളവൻ തുനിയൂല. രാത്രി സമയത്ത് ബാനർ നശിപ്പിക്കുന്നവരും, രാത്രി സമയത്ത് പോസ്റ്റർ പറിക്കുന്നവരും, രാത്രി സമയത്ത് ബോംബെറിയുന്നവരും എല്ലാം തീവ്രവാദികളെ ലിസ്റ്റിലാണ്. അത് മനസ്സിടുങ്ങിപ്പോയവരാണ്, അള്ളാഹു പിഴപ്പിച്ചവരാണ്. ഓ സുഹൃത്തുക്കളെ, ആ ഒരു നിലപാടും നയവും ഒരിക്കലും SYSന്റെ പ്രവർത്തകർക്കുണ്ടാകരുത്, SSFന്റെ പ്രവർത്തകർക്കുണ്ടാകരുത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമിനും ഉണ്ടാകരുത്. അത് ഞാൻ പ്രത്യേകമായി നമ്മുടെ ദീനീ പ്രവർത്തകന്മാരെ ഉപദേശിക്കുകയാണ്. നമ്മൾ ഏറ്റവും വിശാലമായ മനസ്സുള്ള നേതാവിന്റെ അനുയായികളാണ്. അലം നസ്റഹ് ലക സദ്റക എന്ന് അല്ലാഹ് ഏറ്റവും വലിയ നിഅമത്തെടുത്ത് പറഞ്ഞില്ലേ? വിശാലമായ മനസ്സുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് വീണ്ടും പറയുന്നു, വല്യേദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി. മനസ്സ് വിശാലമായവന്റെ സ്വഭാവം, അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ്. ഖബ്ല നുസൂലിഹി, മരണം വന്ന് മുറ്റത്തിറങ്ങിയതിന് ശേഷമല്ല. ചോദിക്കട്ടെ, വീട്ടിലൊരു പുതിയാപ്പിള വരാനുണ്ടെങ്കിൽ ആ പുതിയാപ്പിള വന്നതിന് ശേഷമാണോ? ഉമ്മമാരെ, നിങ്ങൾ പുതിയാപ്പിള സൽക്കരിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ ഒരുക്കുക. അല്ല, അല്ല, വരുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ അതിന്റെ ഒരുക്കം കൂട്ടിയില്ലേ? എന്നാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുണ്ടല്ലോ ഒരതിഥി, അത് മരണമല്ലേ? ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനല്ലേ ഭാഗ്യമുള്ളവൻ, അവനല്ലേ വിശാലമായ മനസ്സുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറയുന്നത്, വല്യദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി. മരണം വന്നു ചേരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാരോ അവനാണ് മനസ്സിന്റെ വിശാലതയുള്ളവൻ. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന സിദ്ഖൽ ഈമാനി ബില്ലാഹി വവഅദിഹി വവഈദിഹി യുജിബു ലിൽ ഇൻസാനി സുഹദ ഫിദ് ദുനിയാ വറഗ്ബത ഫിൽ ആഖിറ. ഈമാൻ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസമുണ്ടോ? സ്വർഗത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസമുണ്ടോ? നരകത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ പേടിയുണ്ടോ? എന്നാൽ ഈ ഭൗതിക ലോകത്തുള്ള സ്ഥാനമാനമല്ല, ഭൗതിക ലോകത്തുള്ള മറ്റ് വിഷയങ്ങളല്ല, ആഖിറത്തിന്റെ പ്രതീക്ഷയുമായി അവന്റെ ജീവിത രീതി അവൻ മുന്നോട്ട് നീക്കുന്നു. വൽഇസ്തിദാദു ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഓ ഉമ്മമാരെ, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിൽ ഒരു മടിയും തോന്നൂല കേട്ടോ. സുബ്ഹിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിൽ മടി തോന്നൂല കേട്ടോ. എനിക്ക് കിടന്നു ഉറങ്ങി രസിക്കണമെന്ന് തോന്നൂല കേട്ടോ. മനസ്സ് അല്ലാഹു തആല വിശാലമാക്കി റബ്ബിലേക്ക് മനസ്സൊന്ന് തിരിച്ചു തന്നാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കലല്ലേ? പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച അടിമകളാണ്. ഞങ്ങളെ മനസ്സ് നിന്നിലേക്ക് തിരിഞ്ഞ മനസ്സാക്കണേ അല്ലാഹ്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഭയപ്പെടുന്ന മനസ്സാക്കണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ നിഅമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, അലം നസ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയം, അങ്ങയുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ? നമ്മുടെ എല്ലാവരുടെ മനസ്സും തുറക്കണം.
എല്ലാ നന്മകളിലേക്കും തുറക്കണം. ഞാനൊരു 2-3 ഹദീസുകൾ കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തും. നിങ്ങൾ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. ഇരുന്നോളൂ. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചാൽ, നമ്മുടെ മനസ്സ് അല്ലാഹു തുറന്നു തന്നാൽ പിന്നെ നമുക്ക് ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല. അതല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. സുഹൃത്തുക്കളെ, അതിലിടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി നടത്തണമെങ്കിൽ അതിന്റെ പ്രചരണത്തിനും അതുപോലെ പ്രവർത്തനത്തിനും ഒരുപാട് ചെലവ് വരും. നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ വയൽ പറയുന്ന വകയിൽ എനിക്ക് 5 പൈസയും തരണ്ട, ഞാനത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന വയലുമല്ല. അതേ സമയത്ത് നമുക്ക് ഒരുപാട് ചെലവുണ്ട് ഈ പരിപാടിക്ക്, മൈക്കിനും കസേരക്കും പ്രചരണത്തിനും എല്ലാം ഒരുപാട് ചെലവുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന, ബക്കറ്റ് കൊടുത്തേക്കുമ്പോ നല്ല സംഭാവന കൊടുത്തേക്കണം. അതിനൊക്കെ പകരം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ മനസ്സ്, അത് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാൽ തീരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ വിശാലതയെ സംബന്ധിച്ച് ഖിയാമത്ത് നാൾ വരെ വാഴ പറഞ്ഞാൽ തീരുവോ? ഞാൻ ബർക്കത്തിന് വേണ്ടി മാത്രം പറയുന്നു, എന്നിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സുഹൃത്തുക്കൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ചോദിച്ചു, നബിയെ, ഉഹദ് യുദ്ധത്തിലല്ലേ അവിടുത്തേക്ക് വല്ലാത്ത പ്രയാസമുണ്ടായത്? അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, കൈ മുറിഞ്ഞ് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? അതിനേക്കാൾ കടുപ്പമുള്ള വല്ല ദിവസവും ശത്രുക്കളിൽ നിന്ന് അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നബിയെ? ഐഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പറഞ്ഞു, ലഖദ് ലഖീതു മിൻ ഖൗമി ശിദ്ദ വഅശദ്ദു മാ ലഖീതു മിൻഹും. എന്നാൽ ഐഷ, എന്റെ ജനങ്ങൾ, വാസ്തവത്തിൽ ഞാൻ എന്റെ ജനങ്ങളെ, എന്റെ കുടുംബങ്ങളെ, എന്റെ നാട്ടുകാരെ ഞാൻ വിളിച്ചത് സത്യത്തിലേക്ക് മാത്രമാണ്. പക്ഷേ ആ നാട്ടുകാരിൽ നിന്ന്, എന്റെ ജനങ്ങളിൽ നിന്ന് ചിലർ എന്നെ ആക്രമിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു. ആ ദ്രോഹം ചെയ്തവരിൽ എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടായത് ആയിഷ, ഞാനൊരു ദിവസം ഇബ്നു അബ്ദി അലീൽ ഇബ്നു അബ്ദി കിലാലിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ഞാൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അതാ ഞാൻ പറഞ്ഞ സത്യത്തിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, വല്ലാതെ എന്നെ ശകാരിച്ചു എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുകയാണ്. ഞാൻ വളരെ മനസ്സിന് ടെൻഷനായി ഞാൻ അവിടുന്ന് അതാ മടങ്ങിപ്പോവുകയാണ്. ഖർനുസാലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിയപ്പോ ഞാൻ എന്റെ തലയൊന്ന് മേൽപോട്ട് ഉയർത്തി നോക്കി. കാരണം എന്നെ അവര് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരെന്നെ ശകാരിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന സ്വഭാവത്തിലാണ് കാണുന്നത്. ഞാൻ അവിടുന്ന് തിരിച്ചുപോയി കുറെ അപ്പുറത്തെത്തി. ഞാനൊന്നതാ എന്റെ മുഖമൊന്ന് പൊക്കി. ഞാനൊന്ന് നോക്കുമ്പോൾ ഞാൻ മേലെ കാണുന്നതൊരു മേഘമാണ്. നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഫനാദാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ സമിഅ ഖൗല ഖൗമിക ലക വമാ റദ്ദു അലൈഹി വമാ റദ്ദു അലൈഹി. ഓ നബിയേ, ഇതാ തങ്ങളുടെ ജനങ്ങളെ തങ്ങൾ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോ
അവര് തങ്ങളെ പറഞ്ഞ തെറിയും തങ്ങളോട് അവര് ചെയ്ത തെറ്റുകളും അവര് ചെയ്തതെല്ലാം അല്ല കേട്ടിട്ടുണ്ട് നബിയേ. അല്ലാഹു തആല മലക്കിനെ അയച്ചിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ടി. ഏത് മലക്ക്? പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കിനെ പറഞ്ഞേച്ചിട്ടുണ്ട്. എന്ത് വേണം ആ മലക്കിനോട് പറഞ്ഞോളണം നബിയേ. പറഞ്ഞു തീരുമ്പോൾ പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നെനിക്ക് സലാം പറയുകയാണ്. എന്നോട് പറയുന്നു, യാ മുഹമ്മദ് ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക. അതേ വമാ റദ്ദൂ ഇലൈക്. ഓ നബിയേ, തങ്ങളെ ജനങ്ങൾ തങ്ങളോട് പ്രതികരിച്ച ആ മോശമായ പ്രതികരണങ്ങളൊക്കെ അല്ല കേട്ടിട്ടുണ്ട്. അല്ല എന്നെ പറഞ്ഞേച്ചത് എന്ത് വേണം ആ ശത്രുക്കളെ തങ്ങളിങ് ഓർഡർ ചെയ്താൽ ഈ പർവ്വതം കൊണ്ട് ഞാനങ്ങ് ചെയ്തോളും. ആ ഇൻശീത അൻതുബിഖ അലൈഹിൽ അഖ്ശബൈൽ. ഈ പർവ്വതങ്ങളെ കൂട്ടിയിട്ട് ഞാൻ അവരെ അങ്ങ് നശിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശാലമായ മനസ്സ് നോക്കൂ. അവിടുത്തെ മറുപടി, ബൽ അർജു യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വലാ യുശ്രികു ബിഹി ശൈആ. എന്നെ ഈ തെറി പറയുകയും കുറ്റം പറയുകയും എതിർക്കുകയും ചെയ്ത കക്ഷികൾ അവരാരും നന്നായില്ലെങ്കിൽ തന്നെ അവരെ മക്കളെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവരെ അല്ല കൊണ്ടുവരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ മലക്കേ, എന്നെ തെറി പറഞ്ഞതിന്റെ പേരിലോ എന്നെ എതിർത്തതിന്റെ പേരിലോ അവരൊന്നും ചെയ്യണ്ട. എന്തൊരു വിശാലമായ മനസ്സാണ് ആ നേതാവിന്റെ മനസ്സ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് അലം നശ്റഹ് ലക സദ്റക്. എന്തൊരു മനസ്സാണ്. യാതൊരു വേദനയും അവിടുന്ന് പ്രകടിപ്പിക്കുന്നില്ല. അതേ സമയത്ത് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അല്പവും പിന്നിലില്ല. ഈ ഹദീസിന്റെ നേരെ മേലെ അതേ ശറഫുൽ മുസ്തഫ എന്ന ഈ ഗ്രന്ഥത്തിൽ തന്നെ നബി തങ്ങളുടെ ഒരു വാക്കുണ്ടല്ലോ, ഇന്നല്ലാഹ ബഅസനി റഹ്മത്തൽ ലിൽ ആലമീൻ. എന്നെ എന്റെ റബ്ബ് പറഞ്ഞേച്ചത് എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ്. ആരെയും നശിപ്പിക്കാനല്ല, ആരെയും ശപിക്കാനല്ല, ആരെങ്കിലും പകരം ചെയ്യാനല്ല. എന്നെ പറഞ്ഞേച്ചത് റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായിട്ടാണ്. വഹുദൽ ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന ആളായിട്ടാണ്. അതേ സമയത്ത് ഇവിടെ കളിയും ചിരിയും നടക്കേണ്ടവനല്ല മനുഷ്യൻ, വിഗ്രഹങ്ങൾ ആരാധിക്കേണ്ടവനല്ല മനുഷ്യൻ. അതെല്ലാം ആശയപരമായി തന്നെ പറഞ്ഞു തകർത്ത് കളയേണ്ടതാണ്. ജാഹിലിയ സ്വഭാവങ്ങളെല്ലാം പോകേണ്ടതാണ്. ജാഹിലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തറവാട്ടിന്റെ മഹിമ പറഞ്ഞ് മറ്റുള്ളവരെ കുറവാക്കുന്ന സ്വഭാവം. ഇന്നകംറൂൻ ഫീക ജാഹിലിയ, ഇന്നകംറൂൻ ഫീക ജാഹിലിയ. മഹാനായ അബൂദർ ഫാറൂഖി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തേ കാരണം? യബ്ന സൗദാ, കറുത്തവളുടെ മകനെ എന്ന് ഒരു അടിമയെ വിളിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു, ഇന്നകംറൂൻ ഫീക ജാഹിലിയ, ജാഹിലിയ സ്വഭാവമുണ്ട് അബൂദറേ നിനക്ക്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. അബൂദർ റളിയല്ലാഹു അൻഹു അടിമയെ മോചിപ്പിച്ചു. കാരണം ഒരാളെയും ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല. സ്വന്തം അടിമയെ പോലും, ഒരു തൊഴിലാളിയെയും ഒരടിമയെയും ഒരു മനുഷ്യനെയും, ഏത് കളറുള്ളവനെയും എത്ര ദാരിദ്ര്യമുള്ളവനെയും എത്ര രോഗമുള്ളവനെയും ഏത് ദൗർബല്യമുള്ളവനെയും ഒരാളെയും നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നത് ജാഹിലിയ്യത്താണ്. ജാഹിലിയ്യത്തിനെ നീക്കം ചെയ്യാനാണ് അല്ലാഹു തആല എന്നെ പറഞ്ഞു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാ. നമുക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എന്നല്ല, എന്നെപ്പോലത്തെ ആളുകൾക്കും പലർക്കും ഉണ്ട്.
എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇൻസൾട്ടാക്കി സംസാരിക്കുന്നൊരു സ്വഭാവം ഒരിക്കലും പാടില്ല. അവൻ ഇന്നോന്റെ മോനല്ലേ, എനിക്കറിയാം. അവൻ എന്റെ പോലെ ഇത് വളർന്നുകയല്ലേ, ഞാനല്ലേ അവന് വിസ കൊടുത്തത്, ഞാനല്ലേ അത് ശരിയാക്കിയത്. നിനക്കാരെയും വിസ തന്നത്, നിന്നാരെയും ശരിയാക്കിയത്? ആ ഒരു ധാരണയെ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോ ഓരോരുത്തർക്കും ഓരോ തോന്നലാണ്, ഓരോരുത്തർക്കും ഓരോ തോന്നലാണ്. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുക ഞാനില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുക. അള്ളാഹു കാക്കട്ടെ. അങ്ങനൊരു തോന്നലുണ്ടായാൽ അതോടെ മനുഷ്യൻ നശിച്ചു. നേരെ തിരിച്ചു ചിന്തിക്കണം, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനുണ്ടാവില്ല, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനുണ്ടായത്. അങ്ങനെ ചിന്തിക്കണം. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സൂക്കട. തൊഴിലാളികൾക്ക് ഒരു തോന്നലാണ് ചിലപ്പോ, എന്ത്, ഞാനില്ലെങ്കിൽ ഇവിടെ കച്ചവടമൊന്നും ഉണ്ടാവില്ല, ഞാനില്ലെങ്കിൽ ഈ കട നടക്കൂല, ഞാനില്ലെങ്കിൽ ഈ മുതലാളിക്കൊന്നും കിട്ടൂല. കടുത്ത മോശമായ തോന്നലാണത്. അങ്ങനെ തോന്നാൻ പാടില്ല. മുതലാളിക്കൊരു തോന്നലാണ്, എന്ത്, ഞാൻ ജോലി കൊടുത്തില്ലേ ഇവന് ജോലി കിട്ടൂല, ഇവന് ഞാൻ വിസ കൊടുത്തില്ലേ വിസ കിട്ടൂല, ഞാൻ ശരിയായി കൊടുത്തില്ലേ. എന്ത് ഞാനടോ? അള്ളാഹു അസലിയായ നിലക്ക് അള്ളാഹു തആല തുടക്കമില്ലാത്തവനാണ്. അവന്റെ തീരുമാനങ്ങളും തുടക്കമില്ലാത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ഇവിടെ നടക്കുകയാണ്. എനിക്കും നിനക്കും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. കഴിയുമെങ്കിൽ മനുഷ്യ, ഈ പാവപ്പെട്ട എനിക്ക് കഴിയുമെങ്കിൽ ഈ കണ്ണട വലിച്ചെറിഞ്ഞിട്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ട് വായിക്കാൻ എനിക്ക് കഴിയണം. കഴിയുന്നില്ല, കാരണം എനിക്ക് അധികാരമില്ല. എന്റെ താടിയും തലയും നരച്ചിരിക്കുന്നു. ഇത് നരക്കാതെ നിലനിർത്താൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾക്കും കഴിയുന്നില്ല. പിന്നെ ആരാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? എല്ലാ നാശത്തിന്റെയും കാരണം എന്താ? സർവനാശത്തിന്റെയും കാരണം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയുന്നില്ല. അവനവനെ കുറിച്ച് വലിയ ധാരണയാണ്. ഞാൻ വെറുതെ പറയല്ല. ഇപ്പോ ഒരു സ്ഥാപനം നടക്കുകയാണോ, എന്നാ സ്ഥാപനം നടത്തുന്നവർക്ക് ചിലപ്പോ തോന്നുക ഞാനില്ലെങ്കിൽ ഇവർക്കൊന്നും തൊഴിലുണ്ടാവില്ല എന്ന് തോന്നുക. അങ്ങേയറ്റത്തൊക്കെ അള്ളാഹു കാക്കട്ടെ. നേരെ മറിച്ച് ഒരു സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ആൾക്ക് തോന്നുക എന്റെ സേവനം വലിയ സേവനാണ്, എന്റെ സേവനത്തിന് ഇതൊന്നും തന്നാ പോരാ, ഇതൊന്നും കിട്ടിയാ പോരാ, എന്റെ സേവനം വലിയ സേവനാണ്. തൊഴിലെടുക്കുന്ന ആൾക്ക് തോന്നുക. എന്തിന്? അതൊക്കെ ഇബ്ലീസ് കൊണ്ടുവരുന്ന തോന്നിപ്പിക്കലുകളാണ്. നേരെ മറിച്ച് അള്ളാഹു തന്നതൊക്കെ വലുതാണ്. തന്നതൊക്കെ അള്ളാഹുവാണ്. ഏത് സെക്കൻഡിലും അവനത് പിൻവലിക്കാൻ സാധിക്കും. ഇങ്ങനൊരു ചിന്ത ഉണ്ടായാലോ മനുഷ്യൻ അഹങ്കാരിയാവൂല, മനുഷ്യൻ അസൂയക്കാരനാവൂല, മനുഷ്യൻ പകവെക്കുന്നവനാകൂല. ജാഹിലിയ്യത്തിന്റെ സ്വഭാവം നീക്കം ചെയ്യണം. ഞാൻ എന്റെ സഹോദരിമാരോട് പറഞ്ഞു, ചില പെണ്ണുങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, എന്റെ ബാപ്പയാണ് ഭർത്താവിന് വിസ കൊടുത്തത്, എന്റെ ബാപ്പ അമ്മോഷനാണ് വിസ കൊടുത്തത്, അതുകൊണ്ടാണ് ഉഷാറായത്. ചില പെണ്ണുങ്ങൾക്ക് ഒരു തോന്നല. അപ്പൊ പിന്നെ ഭർത്താവിന് റിസൾട്ട് ആക്കിയിട്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുന്നു. നല്ല അമ്മോഷനോട് വാങ്ങാതിരിക്കില്ല. അതും കിടക്ക് പറഞ്ഞേക്കാം. അമ്മോഷനോട് വിസ വാങ്ങാതിരിക്കലില്ല നല്ലത്. കാരണം എന്നാ പിന്നെ ഈ ഇൻസൾട്ട് ആക്കൽ ഉണ്ടാവില്ല. അമ്മോശനോട് ഒന്നും വാങ്ങാതിരിക്കുക, ഭാര്യ വീട്ടുകാരോട് ഒന്നും വാങ്ങാതിരിക്കുക. അതിന് കഴിയോ? അതാണ് ഏറ്റവും നല്ലത്. എന്നാ അന്തസ്സോടെ ജീവിക്കാം. അതേ സമയത്ത് ചിലർക്ക് എന്തെങ്കിലും ഉള്ളത് കിട്ടിയാലേ ഉറക്ക് വരൂ. ഇങ്ങനത്തെ ഒരു തോന്നല. അവളത് കിട്ടണം, കിട്ടിയാലോ കിട്ടിയൊന്നും പോരാതാനും, കിട്ടിയതൊന്നും പോരാ, പിന്നെയും കിട്ടണം. ഈ ദുനിയാവിനെ പൂജിച്ചിട്ട് മനുഷ്യൻ നശിക്കുക. അതിന് പകരം കിട്ടണം എന്നുള്ള ചിന്തക്ക് പകരം കൊടുക്കണം എന്നൊക്കെ ചിന്ത. എന്ത് രസം ഉണ്ടാവുന്ന മനസ്സിന്. കിട്ടണം ചിന്തിക്കുന്നതിന് പകരം കൊടുക്കണമെന്ന് മനസ്സാക്കിയാൽ എന്ത് രസം ഉണ്ടാവുന്ന മനസ്സിന്. കിട്ടൽ അള്ളാഹ് നിശ്ചയിച്ച് എന്തായാലും കിട്ടൂ. നിശ്ചയിക്കാത്തതോ എന്ത് വിചാരിച്ചാലും കിട്ടിയില്ല. പിന്നെ ഇതിനെങ്ങനെ കിട്ടണമെന്ന് വിചാരിക്കുന്നു? അള്ളാഹ് നിശ്ചയിച്ച് എന്തായാലും കിട്ടൂ, അത് താനേ വന്നു ചേരും. അതേ സമയത്ത് കിട്ടണം എന്നുള്ള ചിന്ത വന്നാൽ മനസ്സിനൊരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
ഹൃദയത്തിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നതിൽ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കുടുംബ കലഹങ്ങളാണ്, എത്ര ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റലാണ്, അമ്മോശനും പുതിയാപ്പിളയും തമ്മിൽ തെറ്റുകയാണ്. എല്ലാറ്റിന്റെയും അടിസ്ഥാന കാരണം ഈ താഴ്ന്ന ദുനിയാവല്ലേ. സുബ്ഹാനല്ലാഹ്. എന്താണ്? വിവാഹം കഴിച്ച് വന്നു, വിവാഹം കഴിച്ച് ഭാര്യനെ കൊണ്ടുവന്നു. ഭാര്യ വന്നതിന്റെ നേരെ പിറ്റേന്ന് അമ്മോശം വന്നു. അമ്മോശം വന്നപ്പോ ഈ പെൺകുട്ടി കരയാൻ. ഒരു ഉദാഹരണം പറയാം. പെൺകുട്ടി കരയാണ്. എന്താ മോളെ കരയുന്നത്? ഉമ്മാനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഏതുമ്മ? ഭർത്താവിന്റെ ഉമ്മ. എന്താ സംഗതി? പൊന്നു കുറഞ്ഞു പോയി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, എല്ലാ നാട്ടിലുണ്ട് മദ്രസ. ഒരൊറ്റ മദ്രസ പുസ്തകത്തിലും ഇത്ര പൊന്നു വേണോന്ന് പറഞ്ഞില്ല. ഒരു ദർസിലും ഒരു ഉസ്താദും ഇത്ര പൊന്നു വേണോന്ന് പഠിപ്പിച്ചില്ല. ഇതെവിടുന്ന പൊന്നിത്ര വേണോന്ന് ഈ പെണ്ണുങ്ങൾക്ക് ഒരു പുതിയ ഇൽമ കിട്ടിയത്? പൊന്നിത്ര വേണം എന്ന് പെണ്ണുങ്ങൾക്ക് എവിടുന്ന ഇൽമ കിട്ടിയത്? എന്റെ സഹോദരിമാര് ചിന്തിക്കണം. പൊന്നെത്രയാ വേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞിരി. പെണ്ണുങ്ങമാരെന്ന് പറയും. ഒരാൾ വിവാഹം കഴിച്ചുകൊണ്ടെന്ന് എത്ര പൊന്നു വേണം? ഞാൻ പറയട്ടെ, എന്റെ ഭാര്യക്ക് എത്ര പൊന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെട്ട് നോക്കിയിട്ടുമില്ല, ചോദിച്ചിട്ടില്ല. അവൾ അതിൽ നിന്ന് എടുത്ത് കുറെ അങ്ങ് വിറ്റാ പോലും ഞാനൊട്ട് അറിയയില്ല. കാരണം ഞാൻ എത്ര ഇതുവരെ നോക്കിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഒരു മനസ്സമാധാനത്തിന് ഒരു കുറവുമില്ല. കാരണം ഞാനത് ചിന്തിച്ചില്ല. അവൾക്ക് പൊന്നുണ്ടെ അവളെ അടുത്ത് ഉണ്ടായിക്കോട്ടെ, നമുക്കെന്താ ഇവിടെ? ഇണ്ടായാലെന്താ, ഇല്ലെങ്കിലെന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജീബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുജീബ് അൽഹംദുലില്ലാ നല്ല ക്ലിയർ ആയിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിരുന്നു. അതിനിടയ്ക്ക് അവിടുത്തെ അൺബൗൺ ചെയ്യിട്ടോ. അവിടുത്തെ നെറ്റിന്റെ പ്രോബ്ലം കാരണമായിരിക്കാം ചെറിയൊരു തടസ്സം നേരിട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ക്ലിയർ ആയിക്കൊണ്ട് തന്നെ അത് നമ്മളിലേക്ക് എത്താൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെയും അതുപോലെ പേരോട് ഉസ്താദിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ടിന്ന് ഖബറിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അൽ ഫത്താഹ് എന്ന ഐഡിയയിലുള്ള സക്കാഫി ഉസ്താദിന്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. ആ ഉമ്മയുടെ ദോഷങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അതിൽ ലോകത്ത് പഠിപ്പിച്ചത് നായറല്ല, അത് പഠിപ്പിച്ചത് നമ്മുടെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വറദ ബിമാ ഖസമല്ലാഹു ലകി തകുൻ അഗ്നന്നാസ്. നായർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ആശയം അദ്ദേഹം മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിച്ചു. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ പലപ്പോഴും റസൂലുള്ളാഹിന്റെ വാക്ക് ചെവിക്കൊള്ളുന്നില്ല. അവരെ മനസ്സമാധാനം അവര് നഷ്ടപ്പെടുത്തുകയാണ്. നബിതങ്ങൾ പറയുന്നു, വറദ ബിമാ അല്ലാഹു ലകി, അല്ലാഹ് നിനക്ക് അംശയിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടോ. കൂടുതൽ കൂടുതൽ വേണമെന്ന ചിന്ത നിന്റെ മനസ്സിൽ വേണ്ട. തകുൻ അഗ്നന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനായി നിനക്ക് ജീവിക്കാൻ കഴിയും. ഐശ്വര്യമുള്ളവനായി ജീവിക്കാൻ കഴിയും. അപ്പൊ ഐശ്വര്യം വേണമോ? മനസ്സിന് ഐശ്വര്യം വേണമോ? കൂടുതൽ കൂടുതൽ വേണമെന്ന ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഈ സ്ത്രീകള് സ്വർണം ധരിക്കുന്നത് എന്തിനാ? ഭർത്താവിന് കാണാനാ, ഭർത്താവിന് കണ്ട് ആസ്വദിക്കാനാണ് ഭാര്യമാര് സ്വർണം ധരിക്കുന്നത്. വേറെ അന്യപുരുഷന്മാർക്ക് കാണാനാണ് എന്നാരും പറയൂലല്ലോ. പിന്നെ അന്യ പെണ്ണുങ്ങൾക്ക് കാണാനാണ് എന്നാരോ പറയോ?
അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് വേറൊരു പെണ്ണിനെ നോക്കി നിന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിയോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഭർത്താവിന് കാണാനാണ് സ്ത്രീകൾ സ്വർണം ധരിക്കുന്നത്, അതിനെപ്പറ്റിയും ബോധം വേണം. അപ്പൊ അഥവാ സ്വർണം കൂടുതൽ വേണമെങ്കിൽ അതാരാ പറയേണ്ടത്? ഭർത്താവിന്റെ ഉമ്മ അല്ല പറയേണ്ടത്, ഭർത്താവിന്റെ പെങ്ങളല്ല പറയേണ്ടത്, ഭർത്താവിന്റെ ബാപ്പയല്ല പറയേണ്ടത്. പറയേണ്ടത് ആരാ? ഭർത്താവാ പറയേണ്ടത്. ആ ചെറുപ്പക്കാരൻ പറയട്ടെ കൂടുതൽ വേണമെങ്കിൽ. അവൻ പറയേണ്ടിയില്ല, അവൻ വരുമ്പോ കുറച്ചും കൊണ്ട കൊടുത്തേച്ചാ മതി. എന്തിനാ ഈ പറയാൻ നിൽക്കുന്നു? അവൻ തന്നെ അങ്ങ് കൊടുത്തേച്ചാ പോരെ, അവന് കണ്ട് ആസ്വദിക്കണേ, കുറച്ച് അവനും കൊടുത്തോട്ടെ, അത്ര പോരെ. പിന്നെ എന്തിനാണ് അവളെ കൊള്ള കയറേണ്ട ആവശ്യം എന്താണ്? അല്പം ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്റെ മകൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്റെ കുടുംബത്തിനും എന്റെ മഹിമക്കും അനുയോജ്യമായ രൂപത്തിലുള്ള സ്വർണം കൊടുക്കണമെന്ന് എന്റെ മനസ്സ് പറയൂലേ? അതേതൊരു മനുഷ്യന്റെയും മനസ്സ് പറയൂലേ? അപ്പൊ സ്വന്തം മകളെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കുമ്പോ അതേ പുരുഷന്മാർ, ഉപ്പാ ബാപ്പമാർ, അവരെ കൊണ്ട് കഴിയുന്നത് അവർ കൊടുക്കാതിരിക്കുമോ? കഴിയുന്നത് അവർ കൊടുക്കുമെന്നുറപ്പല്ലേ? പിന്നെ കഴിയുന്നത് കൊടുത്തിട്ടവര് പറഞ്ഞേച്ചാൽ ആ കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് കംപ്ലൈന്റ് പറഞ്ഞാൽ അത് കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കലല്ലേ? അതാ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചതിന് ശേഷം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ മനസ്സിന് അന്ന് മുതൽക്ക് സമാധാനം കെടുത്തലല്ലേ ഉമ്മമാരെ? ഉമ്മ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, പെങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, അതേ നല്ല നല്ല സുന്ദരമായ മനസ്സമാധാനമുള്ള പുഞ്ചിരിയോടെ ആ പെൺകുട്ടിക്ക് സ്വന്തം ഭർത്താവിന്റെ റൂമിലേക്ക് കയറിപ്പോകാൻ കഴിയൂല. കണ്ണീരോടുകൂടിയാണ് ആ പെൺകുട്ടി കയറി ചെല്ലുന്നത്. അപ്പോ ഒരു സമാധാനമുള്ള സന്തോഷമുള്ള മുഖം നിങ്ങളുടെ മകന് കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് ഈ ഉമ്മയാണ്. പൊന്നിനെ പൂജിക്കുന്ന ഈ ഉമ്മ, സ്വർണത്തെ പൂജിക്കുന്ന ഈ ഉമ്മ, ആ ഉമ്മയാണ് സ്വന്തം മകന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയത്. കാരണം ഒരു സന്തോഷമുള്ള മുഖത്തോടെ എന്റെ വധു എന്റെ റൂമിലേക്ക് കയറി വരണമെന്നുദ്ദേശിക്കുന്ന ചെറുപ്പക്കാരന് കണ്ണീരോടെ കയറി വരുന്ന വധുവിനെയാണ് സ്വന്തം ഉമ്മ മകന് സമ്മാനിച്ചിട്ടുള്ളത്. ആ ഉമ്മ സ്വന്തം മക്കളോട് അക്രമം ചെയ്ത ഉമ്മയാണ്, സ്വന്തം ആൺമക്കളോട് അക്രമം കാണിച്ച ഉമ്മയാണ്. അതുപോലെ ഏതെങ്കിലും പെങ്ങന്മാര് വേണ്ടാത്ത ഈ വിഷയത്തിൽ ഇടപെട്ട് അതാ ആങ്ങളന്റെ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞെങ്കിൽ പറയട്ടെ, സ്വന്തം ആങ്ങളെ ആക്രമിച്ച പെങ്ങളാണത്. ഇവക്ക് എന്താ നോക്കേണ്ട ആവശ്യം? ഈ പെങ്ങൾക്ക് എന്താ നോക്കേണ്ട ആവശ്യം? അല്ലെ തർക്കമില്ല, ഇവക്ക് മുന്നുണ്ടായിട്ട് അവക്കെന്താ കാര്യം? അല്ലെങ്കിൽ ഉമ്മാക്ക് എന്താ കാര്യം? ആ സ്വർണം ഉണ്ടെങ്കിൽ തന്നെ ആ സ്വർണം കണ്ട് ആസ്വദിക്കാൻ അത് ഈ വരനല്ലേ ആവശ്യം? അത് അവൻ പറഞ്ഞോട്ടെ. പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ എന്തിനത് പറയാൻ പോണം? ഈ ഉമ്മ എന്തിനു പറയാൻ പോണം? ഈ പെങ്ങളെന്തിനു പറയാൻ പോണം? അതുകൊണ്ട് ഉമ്മമാരെ, ദുന്യാവിലേക്ക് ദുന്യാവിനെ പൂജിച്ച് സ്വർണത്തെ പൂജിച്ച് നിങ്ങളെ സ്വന്തം ആൺമക്കളുടെ മനസ്സമാധാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വിനയത്തോടെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരിക്കലും കുറ്റ്യാടിയിൽ ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി കുറ്റ്യാടിയിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ അമ്മായിനെയും വിളിച്ചിട്ടുണ്ട്, അമ്മോശനെയും വിളിച്ചിട്ടുണ്ട്, പലരും ഉണ്ട്. അങ്ങനെ കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കാനാണ്. കാരണം പുതിയാപ്പിളയും അമ്മോശനൊക്കെ അതിന് തെറ്റിപ്പോയി. അപ്പോ എന്നോട് ഇവർ പറയാണ്, വേറൊരു സ്ഥലത്തുനിന്നും അതേപോലത്തെ ഒരു വാക്ക് ഞാൻ കേട്ടു. പറയാണ്, അവരൊരു സാധനം കൊടുത്തയച്ചിരിക്കുന്നു, ആ കൊടുത്തയച്ച സാധനം ഞങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് മടക്കി വിട്ടു. ഓ, വലിയ ബഹുമാനം പറഞ്ഞതാ. കൊടുത്തയച്ച സാധനം നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് മടക്കി വിട്ടു. എന്തേ മടക്കാൻ കാരണോ? ഒരാൾ പറഞ്ഞ കാരണോ അത് കൊടുത്തയക്കുമ്പോ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഓ, പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ, പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ, കൊടുത്തയക്കുമ്പോ പോലീസുകാരൊക്കെ ഒന്ന് പരിശോധിച്ച് എന്നിട്ട് ഒക്കെ റെഡിയാക്കിയിട്ടല്ലേ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തയക്കാൻ പറ്റുള്ളൂ. ഇത് പ്രധാനമന്ത്രിയെക്കാളും വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലമല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൊടുത്തയക്കുമ്പോ ചോദിച്ചിട്ടില്ല. എന്നിട്ട് അവര് കുറച്ച് ബേക്കറി സാധനമൊക്കെ കൊടുത്തയച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ മടക്കി വിട്ടു. കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്നാ ലില്ലാഹ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യനൊരു വസ്തു ഒരാള് ഹദിയ കൊടുത്താൽ അത് മടക്കി അയക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല.
അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ശരിക്ക് കേട്ടോളണം സ്ത്രീകളും പുരുഷന്മാരും. ഒരു വസ്തു ഹദിയയായ ഒരാൾ കൊടുത്തയച്ചാൽ മടക്കാൻ പാടില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് സ്വീകരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറയുന്ന സാധനം അത് മനുഷ്യന്റെ സ്വത്തിന്റെ ചേറാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേറ് അല്ലാഹുവിന്റെ റസൂല് സ്വീകരിക്കാറില്ല. സക്കാത്ത് കൊടുത്താൽ സ്വീകരിക്കാറില്ല. അവിടുത്തെ കുടുംബങ്ങളായ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കണ്ടെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ചേറാണ്. ഔസാഹുന്നാസ്, ജനങ്ങളെ സ്വത്തിന്റെ ചേറാണത്. അതെന്റെ കുടുംബത്തിന് വേണ്ടാന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങന്മാർക്കും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സക്കാത്ത് സ്വീകരിച്ചുകൂടാ. പ്രബലമായ അഭിപ്രായമനുസരിച്ച് തങ്ങന്മാർക്ക് ഇക്കാലത്തും പറ്റൂല. എന്നാൽ ഒരു ഖൗലുണ്ട്, ഈ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് മുഖേന കിട്ടേണ്ട കുറെ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളൊന്നും ഇന്നവർക്ക് കിട്ടാത്തത് കൊണ്ട് അവര് പട്ടിണി കിടന്ന് മരിക്കാനും അവരവരുടെ ജീവിതത്തിന് പ്രയാസപ്പെടാനും കാരണമാവുകയാണെങ്കിൽ അവർക്ക് സക്കാത്തിന്റെ അംശത്തിൽ കൊടുക്കാമെന്ന് ചില പണ്ഡിതന്മാര് ഖൗല് പറഞ്ഞിട്ടുണ്ട്. ആ ഖൗല് സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ അതിൽ തെറ്റ് പറയേണ്ടതില്ല. അതേസമയത്ത് മുഅ്തമദായ പ്രബലമായ ആസ്പദം കൊള്ളാൻ പറ്റുന്ന അഭിപ്രായമനുസരിച്ച്, അതേ മുഅ്തമദായ അഭിപ്രായമനുസരിച്ച് അതാ തങ്ങന്മാർക്കും സക്കാത്ത് കൊടുത്തൂടാ. എന്നാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ വാങ്ങാറില്ല. സദഖ എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക്, കഴിവുള്ള ആളുകൾ അവർ പാവപ്പെട്ടവരാണെന്ന നിലക്ക് കൊടുക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതും അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാറില്ല. അവിടുന്ന് ഏറ്റവും മാനമായ ജീവിതം നയിച്ച നേതാവാണ് അക്രമുൽ അക്രമീൻ. എന്നാൽ സുഹൃത്തുക്കളെ, നബിതങ്ങൾക്ക് ഹദിയ കൊടുത്താലോ? ഹദിയ എന്ന് പറയുന്നത് എന്തിനാണ്? ആദരവോടെ ബഹുമാനത്തോടെ കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോ പ്രധാനപ്പെട്ട ഒരു സയ്യിദിന്റെ വീട്ടില്, മഹാനായ താജുൽ ഉലമ തങ്ങളെ വീട്ടില് ഞാൻ ഈ അടുത്ത് ഹദിയ കൊടുത്ത് സംസം വെള്ളമാണ്. സംസം വെള്ളം ഹജ്ജും കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഹദിയ കൊടുത്തു. അത് തങ്ങളുടെ ദുആ കിട്ടാൻ വേണ്ടി ആശിക്കുന്നു, തങ്ങളുടെ പൊരുത്തം കിട്ടാൻ ആശിക്കുന്നു. എനിക്ക് വേറൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ, ഞാൻ സംസം വെള്ളം കൊടുത്തു. അത് വലിയ മഹത്വമുള്ള വസ്തുവാണല്ലോ സുഹൃത്തുക്കളെ, അത് ഹദിയയാണ്. ഇതുപോലെ നമ്മൾ വലിയ വലിയ ആളുകളെ മുന്നിലേക്ക് ഹദിയ കൊടുക്കാറുണ്ട്. ചിലപ്പോ അറബികൾക്ക് നമ്മൾ ഹദിയ കൊടുക്കാറുണ്ട്. അത് ഊതിന്റെ അത്തറാണ്, അല്ലെങ്കിൽ ഊതിന്റെ കൊള്ളിയാണ്. അവര് വലിയ പണക്കാരാണ്. പക്ഷേ അവരെ മുമ്പിൽ നമ്മൾ ഹദിയ കൊടുക്കുകയാണ്. ആ ഹദിയ കൊടുക്കുന്നത് അവര് സ്വീകരിക്കാതെ മടക്കിയാലോ? നമ്മളൊന്ന് ആലോചിക്കണം. ഒരാൾ നാട്ടിൽ നിന്ന് പോകുമ്പോ അയാളെ കഫീലിന് കൊടുക്കാൻ കുറച്ച് ഊത് കൊണ്ടുപോയി, അല്ലെങ്കിൽ വേറെന്തോ കൊണ്ടുപോയി, അയാളെ സ്വീകരിക്കാതെ മടക്കിയാലോ? ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ മനസ്സിന്റെ വേദന എത്രയായിരിക്കും? അതുപോലെ ഒരു ആലിമിന് ഒരാൾ ഒരു ഹദിയ കൊടുത്താൽ, ഒരു സയ്യിദിന് ഒരാൾ ഹദിയ കൊടുത്താൽ, അല്ലെങ്കിൽ മക്കള് ബാപ്പാക്ക് ഹദിയ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹം ആദരിക്കുന്ന ഒരു നേതാവിന് ഹദിയ കൊടുത്താൽ, ആ ഹദിയ അദ്ദേഹത്തിന് ആവശ്യമില്ലെങ്കിലും സ്വീകരിക്കണം. അത് പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഹദിയ കൊടുക്കുമ്പോൾ സ്വീകരിക്കുകയാണ്. ഏത് നബിയാണിത്? വറാബദതുൽ ജിബാൽ സുമ്മ മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ സബബി. പർവ്വതം സ്വർണമായി തരട്ടെ എന്ന് പറയുമ്പോ വേണ്ടാന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ പാവപ്പെട്ട ശിഷ്യന്മാർ ബഹുമാനാദരവോടെ ഹദിയ കൊടുക്കുമ്പോ ഹദിയ സ്വീകരിക്കുകയാണ്. ഇതുപോലെ പുതിയാപ്പളന്റെ വീട്ടിലേക്ക് ഭാര്യ വീട്ടുകാര് കൊണ്ടെത്തുന്നത് സകാത്തല്ല, ഭാര്യ വീട്ടുകാരെ കൊണ്ടെത്തുന്നത് സദഖയല്ല, അത് ഹദിയയാണ്. ആ ഹദിയയായി ബേക്കറി സാധനമാകട്ടെ അല്ലാത്തതാകട്ടെ കൊടുത്തയച്ചാൽ അത് ഞാനങ്ങ് മടക്കി എന്ന് പറയുന്നത് റസൂലുള്ള പഠിപ്പിച്ച സംസ്കാരമല്ല, റസൂലുള്ള പഠിപ്പിച്ച ആശയമല്ല, അത് ദുസ്വഭാവമാണ് കേട്ടോ. ഹദിയ മടക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വഭാവം പഠിപ്പിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്.
ഓ സുഹൃത്തുക്കളെ, ചില സാധനങ്ങൾ, അതേ ചില സാധനങ്ങൾ തന്നാ തീരെ മടക്കണ്ടാത്ത ചില സാധനങ്ങളുണ്ട്. അതെന്റെ അത് തീരെ ചെറിയ നിസ്സാരമായ ചില സംഗതികളാണ്. അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അനിൽ മുസ്തഫ സബ്ഉൻ യുസന്നു ഖബൂലുഹാ ഇദാ മാ ബിഹാ ഖദ് അത്ഹഫൽ മർഖില്ലാനു. അതേ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് തന്നാൽ മടക്കേണ്ടതില്ലാത്ത 7 സാധനങ്ങളുണ്ട്. ഇഹാനും വഹൽവാ സുമ്മ ദുർറുൻ വസാദതു വആലതു തൻലീഫിൻ വതീബുൻ വറൈഹാനു.